IPL 18ാം സീസണിലെ നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 50 റൺസിന് പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിലൂടെ പ്ലേ ഓഫിൽ എത്തുന്ന 4ാമത്തെ ടീമായി മുംബൈ മാറി. ഗുജറാത്ത്, ബംഗളൂരു, പഞ്ചാബ് എന്നീ ടീമുകൾ ഇതിനകം പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. മുംബൈ ആരാധകർക്ക് നല്ല വിശ്വാസമുണ്ട് ഇത്തവണ കപ്പടിക്കുന്നെങ്കിൽ അത് മുംബൈ തന്നെയായിരിക്കുമെന്ന്. എന്നാൽ സീസണിൽ മികച്ച മത്സരമല്ല മുംബൈ കാഴ്ചവെച്ചത്. ഈ സീസണിലെ ആദ്യ 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും തോറ്റ മുംബൈ ഇന്ത്യൻസ് 9ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ അതിനുശേഷം തുടർച്ചയായ 6 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും ഇന്നലെ രാത്രിയിൽ നടന്ന മത്സരത്തിലെ ആദ്യ 18 ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം സൂര്യകുമാർ യാദവും നമൻദീറും മറക്കാനാവാത്ത ഇന്നിംഗ്സ് കളിച്ച് ടീമിന്റെ സ്കോർ 180 റൺസിലെത്തിച്ചു. ഇതിനുശേഷം മുംബൈയുടെ പരിചയസമ്പന്നരായ ബൗളർമാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മിച്ചൽ സാന്റ്നർ 4 ഓവറിൽ 11 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടി. ബുംറയാവട്ടെ 3.2 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടി. ഇവർ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. ഡൽഹി ക്യാപിറ്റൽസ് വെറും 121 റൺസിന് ഓൾ ഔട്ടായി. അവസാന ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 48 റൺസ് നേടിയ സൂര്യകുമാർ നമാൻ സഖ്യം ബുംറയും സാന്റ്നറും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. പക്ഷേ മുംബൈയുടെ വിജയത്തിന്റെ അടിത്തറ പാകിയത് അവരുടെ അവസാന 2 ഓവറുകളിലെ ബാറ്റിംഗിലാണ്. വാസ്തവത്തിൽ മുംബൈ നേടിയ 180 റൺസ് 18ാം ഓവർ വരെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. 18ാം ഓവർ വരെ മുംബൈ 5 വിക്കറ്റിന് 132 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. ഒരു വശത്ത് സൂര്യകുമാർ യാദവ് 35 പന്തിൽ 45 റൺസ് നേടി കളിക്കുകയായിരുന്നു. നമൻദീർ സൂര്യക്കൊപ്പം ഉണ്ടായിരുന്നു. 19ാം ഓവറിലെ ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവ് ഒരു സിക്സർ പറത്തി. അടുത്ത പന്തിൽ ഒരു സിംഗിൾ എടുത്തു. ഇതിനുശേഷം അടുത്ത 4 പന്തുകളിൽ നമൻദീർ 4-6, 6-4 റൺസ് നേടി. ഈ ഓവറിൽ 27 റൺസ് പിറന്നു. സ്കോർ 132-ൽ നിന്നും 150 ആയി. 20ാം ഓവറിൽ സൂര്യകുമാർ യാദവ് 2 ഫോറുകളുടെയും 2 സിക്സറുകളുടെയും സഹായത്തോടെ 21 റൺസ് നേടി. അവസാന 2 ഓവറിൽ സൂര്യകുമാർ യാദവ് 8 പന്തിൽ നിന്നും 28 റൺസ് നേടിയപ്പോൾ നമാൻദീർ 4 പന്തിൽ നിന്നും 20 റൺസ് നേടി. മത്സരത്തിൽ തോറ്റതിനു ശേഷം അസുഖബാധിതനായ അക്സർ പട്ടേലിന് പകരം ഡൽഹി ടീമിനെ നയിച്ചിരുന്ന ഫാഫ് ഡു പ്ലസീസ് അവസാന 2 ഓവറുകൾ തനിക്ക് വിലയേറിയതായി തെളിഞ്ഞുവെന്നും പറഞ്ഞു. അവസാന 2 ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന്റെ ശക്തമായ ബാറ്റിംഗ് നിര എന്തുതന്നെ ചെയ്താലും മത്സരം ഞങ്ങളുടെ കൈകളിൽ നിന്നും വഴുതിപ്പോയെന്നും ഡുപ്ലസീസ് പറഞ്ഞു. പക്ഷേ നമനും സൂര്യകുമാറും ചെയ്തത് അത്ഭുതകരമായിരുന്നുവെന്നും നമാനെ പ്രശംസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. മത്സരശേഷം സൂര്യകുമാർ യാദവുമായുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നമൻ പറഞ്ഞു. ഈ പങ്കാളിത്തം വിജയത്തിലേക്ക് നയിച്ചാൽ അത് തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിൽ നിന്നും ബാറ്റിംഗ് പരിശീലകൻ കീറോൺ പൊള്ളാർഡിൽ നിന്നും ലഭിച്ച ഉപദേശങ്ങളാണ് തന്റെ ബാറ്റിംഗിന് കാരണമെന്നും നമാൻ പറഞ്ഞു. പൊള്ളാർഡ് ഏകദേശം 700 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം പരിചയ സമ്പത്തുമുണ്ട്. ഓരോ ബൗളർക്കെതിരെയും എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾ 2 പേരും ബൗളർമാരുടെ ധാരാളം വീഡിയോകൾ കാണുന്നുമുണ്ട്. ഞാൻ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുന്നു. ചിലപ്പോൾ അത് ഞങ്ങളുടെ പദ്ധതി പ്രകാരം സംഭവിക്കും, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. ഞങ്ങളുടെ പദ്ധതി ശരിയായി തെളിഞ്ഞ ദിവസങ്ങളിൽ ഒന്നായിരുന്നുവെന്നും നമൻ പറഞ്ഞു. പഞ്ചാബ് T20 ലീഗിൽ നമാന്റെ സ്ട്രൈക്ക് റേറ്റ് 192.56 ആണ്. 2 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിവുള്ള നമൻ വലിയൊരു വേദിയിൽ അവസരങ്ങൾ തേടുകയായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അത് ലഭിച്ചിരുന്നില്ല. ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ 2022-ൽ കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചതായി നമന്റെ പിതാവ് പറഞ്ഞിരുന്നു. ആ സമയത്ത് കുറഞ്ഞത് 1 വർഷമെങ്കിലും കളി തുടരണമെന്നും അച്ഛൻ ഉപദേശിച്ചിരുന്നു. അതേ വർഷം ഡിസംബറിൽ പഞ്ചാബ് ടീമിന് വേണ്ടി നമൻ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് 2024-ൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിയ പഞ്ചാബ് ടീമിന്റെ ഭാഗമായി നമാൻ മാറി. ഇതിനുശേഷം 2024-ൽ 20 ലക്ഷം രൂപയുടെ കരാറിൽ നമാനെ മുംബൈ ഇന്ത്യൻസ് ഒപ്പുവെച്ചു. പരിക്ക് മൂലം സൂര്യകുമാർ യാദവ് ആദ്യ മത്സരങ്ങളിൽ നിന്നും പുറത്തായപ്പോൾ പ്രധാനപ്പെട്ട 3ാം നമ്പർ സ്ഥാനം നമൻദീറിന് നൽകി. എന്നിരുന്നാലും ഈ നമ്പറിൽ വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ 7ാം നമ്പറിലേക്ക് ഇറക്കി. ആ സീസണിൽ 7 മത്സരങ്ങൾ കളിച്ചെങ്കിലും ആ സീസണിന് ശേഷം നമാനെ ടീം നിലനിർത്തിയില്ല. പിന്നീട് റൈറ്റ് ടു മാച്ച് കാർഡ് ഓപ്ഷന് കീഴിൽ 2025 സീസണിലേക്ക് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു. റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ച് IPL ടീമുകൾക്ക് മറ്റ് ടീമുകൾക്ക് വാങ്ങുന്നതിന് മുമ്പ് അവരുടെ ടീമിൽ വിട്ടയച്ച് ക്രിക്കറ്റ് കളിക്കാരെ നിലനിർത്താൻ കഴിയും. IPL 2025 ലേലത്തിൽ നമാന്റെ അടിസ്ഥാന വില 30 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂർ എന്നിവർ അദ്ദേഹത്തിന്റെ താൽപര്യം പ്രകടിപ്പിച്ചു. ഈ ലേലം 3.5 കോടി രൂപയിൽ എത്തിയിരുന്നു. പിന്നീട് റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ച് മുംബൈ അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തി.
മുംബൈ ഇന്ത്യൻസ് ഒരു കാരണവുമില്ലാതെ നമ്മാനെ വിശ്വസിച്ചില്ല. കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം ചെയ്തത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം ചെറുതും എന്നാൽ സ്ഫോടനാത്മകവുമായ ചില ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുണ്ട്. ഡൽഹിക്കെതിരായ ആദ്യ മത്സരത്തിലും നമാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ വെറും 17 പന്തിൽ നിന്നും 38 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഇതിനു പുറമെ ചെന്നൈക്കെതിരെ 12 പന്തിൽ നിന്നും 17 റൺസും ഗുജറാത്തിനെതിരെ 11 പന്തിൽ നിന്നും പുറത്താകാതെ 18 റൺസും ലക്നൌവിനെതിരെ 24 പന്തിൽ നിന്നും 46 റൺസും നമാന്റെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ട്. 3-ാം നമ്പറിൽ നിന്നും 7-ാം നമ്പറിലേക്ക് നമാനെ ബാറ്റ് ചെയ്യാൻ മുംബൈ അയച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിലെ മറ്റേതൊരു ബാറ്റ്സ്മാനേക്കാളും വളരെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം റൺസ് നേടുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നമാൻ വെറും 8 പന്തിൽ നിന്നും 24 റൺസ് നേടി പുറത്താകാതെ നിന്നു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 300 ആയിരുന്നു. ഈ സീസണിൽ ഇതുവരെ നമാൻ ഉൾപ്പെടെ 6 ബാറ്റ്സ്മാൻ മാത്രമാണ് ഒരൊറ്റ ഇന്നിംഗ്സിൽ 300+ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത്.